നമസ്കാരം. നമ്മുടെ ലേസറിൻ്റെ ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ലൈറ്റ് ആൻഡ് മാറ്റർ. സോ അതിലാദ്യം പറഞ്ഞത് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ. സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 എനർജി ലെവലുകൾ ഉണ്ടെന്ന് വയ്ക്കുക, E1 E2. ഇവിടെ നിന്ന് ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു അയോൺ മുകളിലേക്ക് പോകുന്നു ബൈ അബ്സോർബിങ് എ ഫോട്ടോൺ ഓഫ് എനർജി hν. കണ്ടീഷൻ എന്ന് പറയുന്നത് E2 മൈനസ് E1 ഈസ് ഈക്വൽ ടു hν എന്ന് പറയുന്ന കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ വിചാരിക്കുക, there are n1 number of atoms or ions or molecules in the ground state. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പീഷീസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലുണ്ട്. n2 എന്ന് പറയുന്ന നമ്പർ എക്സൈറ്റഡ് സ്റ്റേറ്റിലും ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ n1 n2 രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് യൂണിറ്റ് വോള്യത്തിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് മുകളിലേക്ക് പോകുന്ന റേറ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം? ഓബ്വിയസ്ലി ആ മുകളിലേക്ക് പോകുന്ന റേറ്റ് എന്ന് പറയുന്നത് N1 ഡിപ്പെൻഡ് ചെയ്യണമല്ലോ. കാരണം താഴെന്ന് എത്ര ആറ്റം ഉണ്ടോ അതിനെല്ലാം അബ്സർവ് ചെയ്ത് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്വേർഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്താണ്, ഫോട്ടോൺസിൻ്റെ എണ്ണം. ഇപ്പോൾ ഫോട്ടോൺസിൻ്റെ എണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഫോട്ടോണിൻ്റെ എനർജി hν എന്ന് പറയുന്ന എനർജി ആയിരിക്കണമല്ലോ. ആ എനർജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് N1 അവിടുത്തെ ഫോട്ടോണിൻ്റെ എനർജി, നമ്പർ ഓഫ് ഫോട്ടോൺസ് അവൈലബിൾ ഇൻറ്റു hν. അതെന്ന് പറയുന്നത് യൂണിറ്റ് വോള്യത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു N1 എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് യൂണിറ്റ് വോള്യത്തിലാണ്. അപ്പോൾ യൂണിറ്റ് വോള്യത്തിൽ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, U ഓഫ് ന്യൂ എന്ന് എഴുതാൻ പറ്റും, വെയർ U ഓഫ് ന്യൂ ഈസ് എനർജി ഡെൻസിറ്റി. അപ്പോൾ അപ്വേർഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N1 ആൻഡ് U ഓഫ് ന്യൂ. അതിനൊരു കോൺസ്റ്റൻറ്റോടെ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ആ കോൺസ്റ്റൻറ്റ് എടുക്കുന്നത് B12 1 2 അപ്പോൾ ബി എന്തുകൊണ്ട് എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് എമിഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തത് നമ്മൾ കണ്ടത് സ്പോണ്ടേനിയസ് എമിഷനാണ്. സ്പോണ്ടേനിയസ് എമിഷൻ. ഈ സ്പോണ്ടേനിയസ് എമിഷൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കണ്ടു, ഒരു ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടൈമിനെ നമ്മൾ പറയുന്നത് റിലാക്സേഷൻ ടൈമാണ്. റിലാക്സേഷൻ ടൈം കഴിയുമ്പോഴത്തേക്ക് അത് താനെ താഴോട്ട് വരും, ഒരു hν എന്ന് പറയുന്ന ഫോട്ടോൺ എമിറ്റ് ചെയ്തുകൊണ്ട്. ഇറ്റ് ക്യാൻ ബി ഇൻ എനി റാൻഡം ഡയറക്ഷൻ. കണ്ടീഷൻ പഴയത് തന്നെയാണ്. E1 ഉണ്ട് എനർജി ലെവല്, E2 ഉണ്ട് അവിടെ രണ്ടിടത്തും. E1 N1 സ്പീഷീസ് പെർ യൂണിറ്റ് വോളിയം, E2 എന്ന് പറയുന്നത് N2 സ്പീഷീസ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഡൗൺവേർഡ് ട്രാൻസിഷനാണ്, മുകളിൽ നിന്ന് താഴോട്ടാണ് വരുന്നത്. ഈ ഡൗൺവേർഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഓബ്വിയസ്ലി ഹിയർ ഇറ്റ് ക്യാൻ ഡിപ്പെൻഡ് ഓൺലി ഓൺ N2. കാരണം എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലൈ ഒന്നുമില്ല, N2 മാത്രം. ഇവിടെ എത്ര എണ്ണം എക്സൈറ്റഡ് ആയിട്ടുണ്ട് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് താഴോട്ട് വരുന്നതായതുകൊണ്ട് N2 മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനെ ഞാനൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, A21. അപ്പോൾ A21 ഇൻറ്റു N2 ആണ് ഒരു യൂണിറ്റ് ടൈമിൽ നമ്മൾ താഴോട്ട് വരുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണമെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. 2 എണ്ണമായി, സ്റ്റിമുലേറ്റഡ് എമിഷനായി, അത് കഴിഞ്ഞിട്ട് സ്പോണ്ടേനിയസ് എമിഷനായി. ഇനി മൂന്നാമത്തെ സംഗതി നമുക്കുണ്ടായിരുന്നു, എന്താണ്, സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ്, ആൾറെഡി നമ്മുടെ സ്പീഷീസ് എന്ന് പറയുന്നത് എക്സൈറ്റഡ് കണ്ടീഷനിലാണ്. അന്നേരം ഒരു ഫോട്ടോൺ ഇങ്ങോട്ട് വരുന്നു. ഫോട്ടോണിൻ്റെ എനർജി hν എന്ന് പറയുന്നത് E2 മൈനസ് E1. അന്നേരം ഇതിന് ഫർദർ മുകളിലോട്ട് പോക്ക് സാധ്യമല്ല. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ആ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് താഴോട്ട് വരുന്നു. നൗ വി വിൽ ഗെറ്റ് 2 ഫോട്ടോൺസ് ഓഫ് എനർജി hν. hν. ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും. സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും, കൊഹറൻറ്റും ആയിരിക്കും എന്നുള്ളതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസിഷൻ ഡൗൺവേർഡാണ്. ഈ ഡൗൺവേർഡ് ട്രാൻസിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓബ്വിയസ്ലി N2 ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന ഫോട്ടോൺ എനർജി ഡെൻസിറ്റി. കാരണം നമ്പർ ഓഫ് ഫോട്ടോൺസ് എത്ര ഉണ്ടോ അത്രയും കൂടുതൽ ഡൗൺവേർഡ് ട്രാൻസിഷൻ നടക്കും. N2 ഇൻറ്റു U ആണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് B21.
ഇതിന് ഈ സ്പോണ്ടേനിയസ് എമിഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കോൺസ്റ്റൻറ്റ് നമ്മൾ പറയുന്ന ഐൻസ്റ്റീൻസ് എ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷനും സ്റ്റിമുലേറ്റഡ് എമിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസ്റ്റൻസിനെ നമ്മൾ പറയുന്ന ഐൻസ്റ്റീൻ്റെ ബി കോഎഫിഷ്യൻസ് എന്ന് നോക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മളൊരു തെർമൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുക. ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് തെർമൽ ഇക്വിലിബ്രിയം. ഈ തെർമൽ ഇക്വിലിബ്രിയത്തിൽ എന്താ സംഭവിക്കുന്നത്? അപ്വേർഡ് മുകളിലോട്ട് പോകുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണവും അതുപോലെ തന്നെ ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് താഴോട്ട് വരുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണവും എന്താവുന്നു? തുല്യമാവുന്നു. അല്ലെങ്കിൽ മുകളിലോട്ട് പോകാനുള്ള ഒരേ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷനാണ്, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷനാണ്. അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ P12 ഇൻറ്റു N1 ഇൻറ്റു U of nu. ഇതാണ് മുകളിലേക്ക് പോകുന്ന ഒരേ ഒരു മെത്തേഡ്. ഇവർ മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്നത് രണ്ടും തുല്യമാവുകയാണ് തെർമൽ ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്ത്. അപ്പോൾ താഴോട്ട് വരുന്ന രണ്ട് മെക്കാനിസം ഉണ്ട്. സ്പോണ്ടേനിയസ് എമിഷൻ A21 ഇൻറ്റു N2 പ്ലസ് B21 ഇൻറ്റു N2 ഇൻറ്റു U of nu. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഞാൻ U of nu എന്താണെന്ന് എഴുതാൻ ശ്രമിക്കുകയാണ്. സോ ഐ ആം ബ്രിങ്ങിങ് ഇറ്റ് ഹിയർ. എനിക്കിവിടെ കിട്ടും U of nu ഇൻറ്റു P12 N1 മൈനസ് B21 N2 is equal to A21 N2. ഇതിനെ ഞാനിങ്ങനെ എഴുതുന്നു, മോഡിഫൈ ചെയ്യുന്നു. സോ U of nu is equal to A21 N2 divided by B12 N1 minus B21 N2. ഇതിൽ നിന്ന് ഞാനിതിനെ ടോട്ടലായിട്ട് B21 N2 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, മുകളിലും താഴെയും. അങ്ങനെ വരുമ്പോഴത്തേക്ക് മുകളിൽ എനിക്ക് കിട്ടുന്നത് A21 ബൈ P21, ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് B12 N1 ഡിവൈഡഡ് ബൈ B21 N2 മൈനസ് 1. മനസ്സിലായല്ല? ഞാനിവിടെ എഴുതി. ആദ്യം ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇടതുവശത്ത് കൊണ്ടുവന്നിട്ട് യൂനിയു പുറത്തെടുത്തു. എന്നിട്ട് യൂനിയു എന്താണെന്ന് എഴുതി. യൂനിയൻ എന്താണെന്ന് എഴുതിയിട്ട് അതിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഈ സാധനം കൊണ്ട് B21 N2 എന്ന് പറയുന്ന സംഗതി കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ N2 ക്യാൻസൽ ചെയ്ത് പോയപ്പോൾ ഇവിടെ എന്തായി? A21 ഡിവൈഡഡ് ബൈ B21 ആയി. ഇവിടെയാണെങ്കിൽ B12 N1 ഡിവൈഡഡ് ബൈ B21 N2 മൈനസ് 1 എന്ന് കിട്ടി. ഇതിനെ ഞാൻ ഒരു ഇക്വേഷനായിട്ട് മാറ്റി സേവ് ചെയ്യും. ഇനി ഇതിൽ ഒരു കാര്യം നിങ്ങളിലോട്ട് വരാം. നിങ്ങൾ ഇങ്ങനൊരു ഇക്വേഷൻ കെമിസ്ട്രി പഠിച്ചു ഓർമ്മയുണ്ടോ? N is equal to N1 is equal to N0 e to the power minus E1. ഓർമ്മയുണ്ടോ? N0 എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം N0 ബൈ E1 മൈനസ് ബൈ KT. N1 is equal to N0 into e to the power minus E1 by KT എന്ന് പറയുന്ന ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. N0 എന്ന് പറയുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ ലെവൽ E1 ഗ്രൗണ്ട് ലെവലിലുള്ള ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണമാണ്. T എന്ന് പറയുന്ന ടെമ്പറേച്ചർ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചാണല്ലോ പാർട്ടിക്കിൾസ് ഹയർ ഇതിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ N1 is equal to N0 e to the power minus E1 by KT എന്ന് നമുക്ക് എഴുതാൻ പറ്റും. N2 എന്ന് പറയുന്നത് N0 e to the power മൈനസ് E2 by KT എന്ന് എഴുതാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതിനെ അങ്ങ് ഡിവൈഡ് ചെയ്താൽ നമുക്കിങ്ങനെ എഴുതാം. N1 by N2 is equal to N0 ക്യാൻസൽ ചെയ്ത് പോയി e to the power E2 മൈനസ് E1 by KT.
E2 മൈനസ് E1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ ടു ദ പവർ എച്ച് ന്യൂ ബൈ കെ ടി. ഇത് ഞാൻ ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുന്നു. ഈ N1 ബൈ N2 ഈസ് ഈക്വൽ ടു ഇ ടു ദ പവർ എച്ച് ന്യൂ ബൈ കെ ടി എന്ന് പറയുന്ന സംഗതി നമ്മുടെ പഴയ ഇക്വേഷനിലോട്ട് നമ്മളങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. യു ഓഫ് ന്യൂ ഈസ് ഈക്വൽ ടു A21 by B21 divided by B12 divided by B21 into e to the power h nu by kt മൈനസ് 1 എന്ന് പറയുന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഞാനിതിനെ മൂന്നാമത്തെ ഇക്വേഷനായിട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിലോട്ട് ഞാൻ പോകുന്നു. ഇങ്ങനെ ഒരു റിലേഷനുണ്ട്. ഞാനത് ആദ്യം എഴുതാം. യു ന്യൂ ഈസ് ഈക്വൽ ടു 8 പൈ എച്ച് ന്യൂ ക്യൂബ് ഡിവൈഡഡ് ബൈ സി ക്യൂബ് ഇൻറ്റു 1 ബൈ ഇ ടു ദ പവർ എച്ച് ന്യൂ ബൈ കെ ടി മൈനസ് 1 എന്ന് പറയുന്ന ഒരു റിലേഷനുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ. നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈ റിലേഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ ഡെറൈവ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിക്കാനില്ലാത്തത് കൊണ്ട് ഇത് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെ ഒരു റിലേഷനുണ്ട്. യു ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ക്യൂബ് ബൈ സി ക്യൂബ് ഇൻറ്റു 1 ബൈ ഇ ടു ദ പവർ എച്ച് ന്യൂ ബൈ കെ ടി മൈനസ് 1. ഇനി ഇതിന് ഞാൻ ഇക്വേഷൻ 4 എന്ന് കൊടുക്കുന്നു. നിങ്ങൾ ഈ ഇക്വേഷനും ഈ മൂന്നാമത്തെ ഇക്വേഷനും തമ്മിലൊന്ന് നോക്കി കമ്പയർ ചെയ്ത് എൽ എച്ച് എസിൽ രണ്ടും യു ന്യൂ ആണ്. ആർ എച്ച് എസിൽ ഉള്ളത് ഇവിടെ A21 ബൈ B21 ഡിവൈഡഡ് ബൈ B12 ബൈ B21 ഇ ടു ദ പവർ എച്ച് ന്യൂ ബൈ കെ ടി മൈനസ് 1 എന്ന് പറയുന്നുണ്ട്. മറ്റിടത്ത് 8 പൈ എച്ച് ന്യൂ ക്യൂബ് ബൈ സി ക്യൂബ് ഇൻറ്റു 1 ബൈ ഇ ടു ദ പവർ എച്ച് ന്യൂ ബൈ കെ ടി മൈനസ് 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആദ്യത്തത് A21 ബൈ B21 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു മറ്റേതെന്ത് എഴുതാൻ പറ്റും? 8 പൈ എച്ച് ന്യൂ ക്യൂബ് ബൈ സി ക്യൂബ് എന്ന് എഴുതാനായിട്ട് പറ്റും. A21 ബൈ B21. അടുത്തത് B21. ഇവിടെ ഉള്ളത് B12 ഡിവൈഡഡ് ബൈ B21 ആണ്. അപ്പോൾ B12 ഡിവൈഡഡ് ബൈ B21 ഈക്വൽ ടു ഇവിടെ എന്താണെന്ന് നോക്കിയേ 1 അല്ലേ. ഇങ്ങനെ രണ്ട് റിലേഷൻ നമുക്ക് കിട്ടി. A21 ബൈ B21 ഈസ് ഈക്വൽ ടു 8 പൈ എച്ച് ന്യൂ ക്യൂബ് ഡിവൈഡഡ് ബൈ സി ക്യൂബ് B12 ഡിവൈഡഡ് ബൈ B21 ഈസ് ഈക്വൽ ടു 1. ഇങ്ങനെ രണ്ട് ഇക്വേഷനും കൂടി നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ഈ B12 ഡിവൈഡഡ് ബൈ B21 അത് നിങ്ങൾ ആ പഴയ ഇക്വേഷൻ നിങ്ങളൊന്ന് ആദ്യത്തെ നമ്മൾ കണ്ട സാധനം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, B12 ഇൻറ്റു N1 ഇൻറ്റു യു ന്യൂ. ഇതിൽ ഈ B12 ഇൻറ്റു യു ന്യൂ എന്ന് പറയുന്ന സാധനത്തിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും നോക്കിയാൽ. കാരണം നിങ്ങളുടെ ഗ്രൗണ്ട് ലെവലിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് N1 ആണ് പെർ യൂണിറ്റ് വോളിയം. ഇപ്പോൾ യൂണിറ്റ് വോളിയത്തിൽ ഇതിന് മുകളിലോട്ട് പോകാൻ പറ്റുന്ന എണ്ണം എത്ര ആയിരിക്കും? മാക്സിമം N1 അല്ലേ. അതായത് B12 ഇൻറ്റു യു ന്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ്സ് വാല്യൂ മസ്റ്റ് ബി ബിറ്റ്വീൻ 0 ആൻഡ് 1. 1 മുകളിലോട്ട് പോയില്ലെങ്കിൽ 0, എല്ലാവരും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 1. അപ്പോൾ B12 ഇൻറ്റു യു ന്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ പ്രോബബിലിറ്റി ഓഫ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ. അതിന് പ്രോബബിലിറ്റി ഒരെണ്ണത്തിന് എത്ര പ്രോബബിലിറ്റി ഉണ്ട് അബ്സോർബ് ചെയ്യാൻ എന്നുള്ളതാണ് B12 ഇൻറ്റു യു ന്യൂ. ഇനി ഇവിടെ താഴോട്ട് നോക്കിയാൽ B21 ഇൻറ്റു N2 ഇൻറ്റു യു ന്യൂ. ഇവിടെ B21 ഇൻറ്റു യു ന്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒബ്വിയസ്ലി അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. കാരണം N2 ആണ് അവിടെ താഴോട്ട് വരാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം. അപ്പോൾ B21 ഇൻറ്റു യു ന്യൂ എന്ന് പറയുന്നത് അവിടുത്തെ പ്രോബബിലിറ്റി. അതായത് B21 ഇൻറ്റു യു ന്യൂ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ആ സാധനം എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ വാല്യൂ ലൈങ് ബിറ്റ്വീൻ 0 ആൻഡ് 1. സോ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. പിന്നെ അതിൻ്റെ രണ്ടിനെയും കൂടെ റേഷ്യോ എടുത്ത് നോക്കിയാൽ B12 ഇൻറ്റു യു ന്യൂ ഡിവൈഡഡ് ബൈ B21 ഇൻറ്റു യു ന്യൂ. യു ന്യൂ ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി നമുക്ക് കിട്ടുന്നത് ഈ സംഗതിയല്ലേ B12 ഡിവൈഡഡ് ബൈ B21 എന്നല്ലേ. ഓക്കെ, അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ കണ്ടു? 1 ആണെന്നാണ്. അപ്പോൾ
ദാറ്റ് ഗിവ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. അതായത് ദ പ്രോബബിലിറ്റി ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആൻഡ് പ്രോബബിലിറ്റി ഓഫ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ ആർ ഈക്വൽ. രണ്ടിൻ്റെയും പ്രോബബിലിറ്റി തുല്യമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഏത് ലെവലിലാണ് ആറ്റംസ് കൂടുതലുണ്ടാവുക? N1 ആയിരിക്കുമോ കൂടുതൽ, N2 ആയിരിക്കുമോ കൂടുതൽ? ഓബ്വിയസ്ലി N1 ആണ് കൂടുതൽ. അപ്പോൾ ഈ പ്രോബബിലിറ്റി കൊണ്ട് N1 മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാരണം അത് നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുക. ഞാനൊരു ക്ലാസ് റൂമിനകത്ത് ഒരു 100 റെഡ് ബോൾസ് ഇടുന്നു, 10 ഗ്രീൻ ബോൾസ് ഇടുന്നു. അതിനെ ഞാനൊരു വൈറ്റ് ബോൾ കൊണ്ട് എറിയുന്നു. ഇട്ട് കഴിഞ്ഞാൽ ഗ്രീൻ ബോളിലായിരിക്കും കൂടുതൽ കൊള്ളാൻ സാധ്യത, റെഡ് ബോളിലായിരിക്കും കൂടുതൽ കൊള്ളാൻ സാധ്യത? ഓബ്വിയസ്ലി റെഡ് ബോളിലല്ലേ. കാരണം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് റെഡ് ബോൾസ് കൂടുതലാണ്. ഗ്രീൻ ബോൾസ് എന്ന് പറയുന്നത് മറ്റേത് 100 ഉണ്ട്, ഇത് 10 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത് എന്തായിരിക്കും? ഹിറ്റ് ചെയ്യാൻ ചാൻസ് റെഡ് ആയിരിക്കും. പക്ഷേ പ്രോബബിലിറ്റി രണ്ട് നിങ്ങൾ ഈക്വലായിട്ടാണ് ഇടുന്നതെങ്കിൽ സെയിം ആയിരിക്കും. ഒന്നിട്ട് കഴിഞ്ഞാൽ ഒരേപോലെ ആയിരിക്കും. 50% ചാൻസ് ആണ് രണ്ടിനുമുള്ളത്. പക്ഷേ ഇവിടെ N1 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട് അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലായിരിക്കും. സോ അവിടെ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ കൂടുതൽ നടക്കും. ഓക്കെ, കമ്പയർഡ് ടു സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പോൾ ബാക്കിയുള്ള ഇത് നടക്കുന്ന എന്തായിരിക്കണം? സ്പോണ്ടേനിയസ് എമിഷൻ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടുന്ന എന്താണ്? നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ A21 ഡിവൈഡഡ് ബൈ B21 ഇൻറ്റു U എന്ന് പറയുന്നതായിരിക്കും എന്തിൻ്റെ പ്രോബബിലിറ്റിയുടെ റേഷ്യോ? A21 എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ, B21 ഇൻറ്റു U എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇപ്പം നമ്മുടെ ആ പഴയ റിസൾട്ട് ഒന്ന് എടുത്ത് നോക്കിയേ. ഇവിടെ U ഈസ് ഈക്വൽ ടു ഈ ഒരു സാധനം കിടക്കുന്നു. ഇതിൽ ഈ h8πh⁻c³ എന്ന് പറയുന്നതിന് ഞാൻ ഇതുകൊണ്ട് അങ്ങ് റീപ്ലേസ് ചെയ്യുന്നു, A21 ബൈ B21. അപ്പോൾ നമുക്ക് ആ റിലേഷനിൽ നിന്ന് ഇങ്ങനെ കിട്ടും. U ഈസ് ഈക്വൽ ടു 8πh⁻³ ബൈ c³ എന്ന് പറയുന്നിടത്ത് ഞാൻ A21 ബൈ B21 എന്നിട്ടു ഇൻറ്റു 1 ബൈ e⁻h⁻⁻ ബൈ KT മൈനസ് 1. അത് അതേപടി ഇട്ടു. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ A21 ഡിവൈഡഡ് ബൈ B21 ഇൻറ്റു U എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? e⁻, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ h⁻⁻ ബൈ KT മൈനസ് 1 എന്ന് കിട്ടില്ലേ? സോ ഇതാണ് എന്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്? സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്ന പ്രോബബിലിറ്റിയുടെ റേഷ്യോ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ടു സ്റ്റിമുലേറ്റഡ് എമിഷൻ ഈസ് ഈക്വൽ ടു e⁻h⁻⁻ ബൈ KT മൈനസ് 1. ഓക്കെ, നിങ്ങൾ ഇതിൽ ഒരു കാര്യം ചെയ്ത് നോക്കുക. ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് എടുക്കുക, ഒരു 5000 ആങ്സ്ട്രോമോ എങ്ങാനും എടുത്ത ശേഷം ഈ ടെമ്പറേച്ചർ നിങ്ങളൊരു ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. ടെമ്പറേച്ചർ നിങ്ങളൊരു 0 കെൽവിൻ, 100 കെൽവിൻ, 1000 കെൽവിൻ, 10,000 കെൽവിൻ ഒക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദിസ് ക്യാൻ നെവർ എക്സീഡ് 1. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് സാധാരണ ടെമ്പറേച്ചറുകളിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി 10⁻15, 10⁻12 ടൈംസ് ഹയർ. അതായത് നമ്പർ ഓഫ് ഒരു 10⁻9, 10⁻10 ആ ഓർഡറിൽ സ്പോണ്ടേനിയസ് എമിഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്റ്റിമുലേറ്റഡ് എമിഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ എന്നാണ് ഈ റിലേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അറ്റ് നോർമൽ ടെമ്പറേച്ചർ the number of stimulated emission can never exceed the number of spontaneous emissions. It will be much less. അങ്ങനെ ഒരു കണ്ടീഷൻ ഒരിക്കലും പോസിബിൾ അല്ല. സ്റ്റാർസിൻ്റെയൊക്കെ ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം തുല്യമാവാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം അതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് ലേസർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ലേസർ ഉണ്ടാക്കി. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല, ഞാനധികം സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൺസിഡർ ചെയ്തത് തെർമൽ ഇക്വിലിബ്രിയമാണ്. നോർമലായിട്ട് നമ്മൾ കാണുന്ന ഇക്വിലിബ്രിയംസ് എല്ലാം തന്നെ തെർമൽ ഇക്വിലിബ്രിയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ റീസ്റ്റേറ്റ് ചെയ്യുന്നു. അറ്റ് തെർമൽ ഇക്വിലിബ്രിയം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മേക്ക് ലേസർ എന്ന് നമ്മൾ അതിനെ മാറ്റി എഴുതുന്നു, ഈ കണ്ടീഷൻ ഉള്ളത് കാരണം. പക്ഷേ മറ്റൊരു കണ്ടീഷൻ നമുക്ക് കിട്ടുന്നു, തെർമോഡൈനമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നൊരു സംഭവത്തിലോട്ട് നമ്മൾ അടുത്തതായിട്ട് പോവും. അവിടെ നമുക്ക് ലേസർ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ കണ്ടത് ഇതാണ് ഐൻസ്റ്റീൻ്റെ റിലേഷൻസ്, ഐൻസ്റ്റീൻ്റെ റേറ്റ് ഇക്വേഷൻസ് എന്നാണ് ഇതിനെ പറയുക. അവിടെ നമ്മൾ കണ്ടത് ഗ്രൗണ്ട് ലെവലിൽ N1 നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഹയർ ലെവലിൽ N2 ഉണ്ടെന്ന് അസ്യൂം ചെയ്ത ശേഷം നമ്മൾ ഇതിനെ ഡെറൈവ് ചെയ്തെടുക്കുകയായിരുന്നു. മുകളിലോട്ട് ഇങ്ങനെ പോകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്ര, താഴോട്ട് വരുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്ര എന്ന് കണ്ടു. തെർമൽ ഇക്വിലിബ്രിയത്തിൽ മുകളിലോട്ട് പോകുന്നവരും താഴോട്ട് വരുന്നവരും ഈക്വലാണെന്നൊരു ധാരണ എടുത്ത ശേഷം നമ്മൾ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോയും പ്ലാങ്ക്സ് റേഡിയേഷൻ ലോയും കൂടെ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് 2 ഇക്വേഷൻസ് കിട്ടി. അതിൽ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളെന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷനും പ്രോബബിലിറ്റി ഓഫ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷനും തുല്യമാണ്. പക്ഷേ പ്രോബബിലിറ്റി തുല്യമാണെങ്കിലും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലായതുകൊണ്ട് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ കൂടുതൽ നടക്കും. അതിൽ വളരെ കുറച്ചെണ്ണം മാത്രമേ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി വരികയുള്ളൂ. ബാക്കിയെല്ലാം സ്പോണ്ടേനിയസ് എമിഷൻ വഴിയാണ് വരുന്നത്. ഓക്കെ, ഇത് ഒന്ന് നന്നായിട്ട് നോക്കുക. ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നാളെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.